എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇതുപോലെ കരി പിടിച്ച പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി വേണ്ടത് ഒരു ബേക്കിംഗ് സോഡ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഇതാണ് ഈ ബേക്കിംഗ് സോഡ. രണ്ടാമത് ഒരു ലിക്വിഡ്, അതായത് നമ്മൾ പാത്രം ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ്. മൂന്നാമത് ഒരു കൊക്കക്കോള, പിന്നെ കുറച്ച് മുട്ടത്തോട്. ഇത്രയും വേണം. പിന്നെ ഇത് കൂടാതെ നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ മുട്ടത്തോടെല്ലാം കൂടി നമുക്ക് ഈ മിക്സിക്കകത്ത് ഇതുപോലെ കിട്ടണം. ഇതുപോലെ മുട്ടത്തോടെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടണം. അതിനുശേഷം ഈ കാണുന്ന നമ്മുടെ കൊക്കക്കോള ഇതിലോട്ട് ഒഴിക്കണം. കൊക്കക്കോള ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പാത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ലിക്വിഡില്ലേ, അത് കുറച്ച് ഇതിലോട്ട് ഒഴിക്കണം. കുറച്ച് ലിക്വിഡ് ഇതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം ബേക്കിംഗ് സോഡ, ഇതിൽ നിന്ന് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലോട്ട് ഇടുക. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. ഇതിപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ബോട്ടിലോട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ബോട്ടിലോട്ട് മാറ്റാം. ഇതുപോലെ നമ്മൾ വാങ്ങിച്ച കൊക്കക്കോളയുടെ ബോട്ടിലാണിത്. അപ്പോൾ അതിലോട്ട് നമ്മളിത് മാറ്റുകയാണ്. നമ്മൾ കുറച്ച് ഇതിലോട്ട് മാറ്റി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ഈ ബോട്ടിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കരി പിടിച്ച പാത്രം എന്ന് പറയില്ല, ഇതാണ് ഇത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഭാഗത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള ഈ സാധ്യതയിട്ട് നമുക്ക് ഇതിൽ വൃത്തിയാക്കി നോക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും തോന്നുന്നു. ഇതിലെ കരിയൊക്കെ ഇപ്പോൾ ഏകദേശം ഇളവി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടില്ലേ, ഇത് കരിയൊക്കെ ഏകദേശം ഇളവി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി തരുത്താൻ പറ്റും. ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വെളുത്ത് വരും. കണ്ടില്ലേ, അപ്പോൾ പുതിയ പാത്രം വാങ്ങിക്കുന്ന സമയത്ത് കണ്ടിരിക്കുക, അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിത് ഇതുപോലെ ഇതിപ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു കൊക്കക്കോള, പിന്നെ കുറച്ച് ലിക്വിഡ്, മുട്ടത്തോട്, ഇത്രയും സാധനമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് വീട്ടിലുള്ള ഇതുപോലെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ വീട്ടിലെ ഇതുപോലെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. ഒഴിച്ച് 2 മിനിറ്റ് വച്ചിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും. അല്ലേ, ഇതിപ്പോൾ നമ്മൾ നേരത്തെ
നമുക്കത് ക്ലീൻ ചെയ്തതിന് മുമ്പ് ഇരുന്ന പാത്രമാണിത്. അല്ല, നേരത്തെ കാണിച്ചത് ഇത് മൊത്തം കരിയായിരുന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, കാണാൻ കഴിയും. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് വരും. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.